അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ಯಾರ ಪ್ರತೀಕ್ಷಿಕಡೆ ಗಣಿಕೆತ್ತೆ, ಯಾರ ಸಾಧ್ಯತೆ ಉಳ್ಳ ಗಣಿಕೆತ್ತೆ ഇരിയത്തയിൽ ജാവായിട്ട് ഇക്കടെ വന്നോണ്ടുള്ളൂ. ഈ ചൊല്ലിൻ്റെ വിഷയങ്ങൾ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേണ്ടെങ്കിൽ ആ ഇരിയത്തയിലെ ലൈലത്തുൽ ഖദ്ർ എല്ലാ പ്രതിഫലവും ഞങ്ങൾ കിട്ടിയതായിട്ടിക്കട് ഏതെല്ലാമായിട്ടിക്കട് ഞങ്ങൾ നോക്കുക. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്ത ആൾമാർ കേട്ടാറ് ഞങ്ങളെ ക്ലാസ്സിൽ പിരുസ വെക്കിടങ്ങ അത് ഇത്ര ആൾമാർക്കെല്ലാം എത്തുപാട്ടിറങ്ങ അതിന് കീഴിൽ ചൊമ്മ വിഷയ ചെന്നിട്ട് ദ്വാർക്കൊണ്ടോണ്ട് ഏൽപ്പിച്ചങ്ങ അർഹമുർ റാഹിമീനായ റബ്ബ് അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, ഒരു സെക്കൻഡിಗೆ ഒരു നാളത്തെ പ്രതിഫലമായിട്ടിക്കട്, ഒരു നിമിഷത്തേക്ക് 54 എടുത്ത പ്രതിഫലമായിട്ടിക്കട്, ഒരു ഗಂಟೆಗೆ ഏകദേശം 8 വർഷ ഇബാദത്താക്കി എനിക്കത്തെ പ്രതിഫലമായിട്ടിക്കട്, ഒരു ജാവ് എടുക്കട് ഇബാദത്തുಗೆ 83 വർഷത്താണ്ടി യാറ പ്രതിഫല കിട്ടുക എനിക്കത്തെ പരിശുദ്ധമായിട്ടുള്ള ഗണിക്കത്തെ ജാവായിട്ടിക്കട് ലൈലത്തുൽ ഖദ്ർ ജാവും ചൊല്ലത്. ഒരു നിമിഷ ഞങ്ങൾക്ക് മിസ്സാമ്പത്തുകു 54 മിസ്സായ പോലെ ആയിട്ടിക്കടെ. അപ്പോൾ ഈ പരിശുദ്ധമായ ജാവുലും ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ജാവുലും ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേണ്ടെങ്കിൽ ലൈലത്തുൽ ഖദ്ർ എല്ലാ പ്രതിഫലവും ഞങ്ങൾ കിട്ടിയതായിട്ടിക്കടെ. ഒന്നാമതായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണ ആ വിഷയം എന്തെങ്കിൽ ഇപ്പമേ നല്ലൊരു നീയത്താക്ക ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ ഇരിയത്തയിലെ ജാവുലും നക്ക് ചൊമ്മ ഇബാദത്തെടുക്കണം, നക്ക് ഹയാത്താക്കണം, ദിക്ർ ചൊല്ലണം, നിസ്കരിക്കണം, ചൊമ്മ ദ്വാർക്കണം ചൊല്ലി എനിക്കത്തെ നല്ലൊരു നീയത്ത് ഇപ്പം ആക്കിയിട്ടുണ്ടെങ്കിൽ നാളെ അക്കസ്മാത്ത് അല്ലെങ്കിൽ ഇരിയത്തയ്യല്ലേ ജാവുല് ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കാരണവശത്താൽ ഇബാത്തെടുക്കും ആയില്ലാണ്ടെങ്കിലും ആ നീയത്തുക തക്ക പ്രതിഫലം യജമാനനായ റബ്ബ് തണ്ടാട്ടായിട്ടിക്കടെ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാം നീയത്ത് പ്രകാരമായിട്ടിക്കടെ. രണ്ടാമതായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണായ വിഷയം എന്തെങ്കിൽ നിസ്കാരമായിട്ടിക്കടെ. ഒരു നിസ്കാരവും പ്രത്യേകിച്ചും ഇരിയത്തയ്യല്ലേ ജാവുകോ മിസ്സായി പോകേ തീറ. ഫർദ് നിസ്കാരമാവട്ടെ, സുന്നത്ത് നിസ്കാരമാവട്ടെ, മഗ്രിബ് നിസ്കാര, അതേപോലെ ഇഷാ നിസ്കാര, സുബൈ നിസ്കാര. ചില ആൾമാർ അണ്ടത്തെ ആ ഒരു മഗ്രിബിയുടെ സമയത്തുള്ള ഇഫ്താർ കാരണം ഔത്തുലു കുടുംബത്തിൽ അല്ലെങ്കിൽ വേറെ ആടെങ്കിലും ഇഫ്താർക്ക് പോയിട്ട് മഗ്രിബ് നിസ്കാര ഖലാ ആവുടെ ഗണിക്കത്തെ ഒരു അവസ്ഥ ഉണ്ടാവുടേണ്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണോ, ഖലാ ആയി പോകു തീറ. ഒരു നിസ്കാരം ഖലാ ആവുക തീറ, മിസ്സാവുക തീറ. അതേപോലെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണായത് ഇരിയത്തയ്യലെ ജാവുൽ പ്രത്യേകിച്ചും ജമാഅത്തായിട്ടുള്ള നിസ്കാരം ജമാഅത്തായിട്ടേ നിസ്കരിക്കണോ, ആ ജമാഅത്ത് പോലും മിസ്സാവുക തീറ. മഗ്രിബ്, ഇഷാ, അതേപോലെ സുബൈ, തറാവി എല്ലാം ജമാഅത്തായിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കണോ. ഇഷാ ഒരാൾ നിസ്കരിക്കുമ്പോഴത്തേക്കോ അയാൾക്ക് ജാവ് പാതി ഇബാദത്തെടുത്ത പ്രതിഫലം പടച്ചോണു തണ്ട. സുബൈ ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴത്തേക്കോ ഇടീ ജാവ് ഇബാദത്തെടുത്ത പ്രതിഫല പഠിച്ചോൻ തണ്ടായിട്ടിക്കടെ. അതുകൊണ്ട് ഈ ജമാഅത്ത് വിഷയം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണോ. എല്ലാ ആൾമാർക്കും ഇടീ ജാവ് ഹയാത്താക്കോ സാധ്യമാവണ്ടില്ല. അങ്ങനത്തെ ആൾമാർ പ്രത്യേകിച്ചും ജമാഅത്ത് വിഷയ ഈ ജമാഅത്ത് വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കോ എല്ലാ പ്രതിഫലവും പഠിച്ചോണോ അതാ തണ്ടായിട്ടിക്കടെ. അതേപോലെ സുന്നത്ത് നിസ്കാര സമയത്ത് ഒന്നും മിസ്സാവുക തീറ. മഗ്രിബിയുടെ മുന്നറുള്ള റവാത്തിബ്, പിന്നെയുള്ള റവാത്തിബ്, ഇഷായുടെ മുന്നറുള്ളത്, അതേപോലെ ഇഷാ കഴിഞ്ഞിട്ടുള്ള റവാത്തിബ്, അതേപോലെ മഗ്രിബിയുടെ റവാത്തിബ് നിസ്കരിച്ചിട്ട് അവ്വാബിയും ചൊല്ലി എനിക്കത്തൊരു ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമുണ്ട്. ആൾമാർക്കും അത് ഗൊന്തില്ലാത്തങ്ങ ഉള്ളാറ്. അതിൻ്റെ വിഷയ ക്ലാസ് വേണമെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടറോ. ഇൻഷാല്ല വിശദമായിട്ട് അവ്വാബിയൻ നിസ്കാര എങ്ങനെ നിസ്കരിക്കാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചൊല്ല. അപ്പോൾ ആ നിസ്കാരവും നിസ്കരിക്കുക. അതേപോലെ തറാവീഹ് നിസ്കാര ജമാഅത്തായിട്ടേ നിസ്കരിക്കുക. ഇരിയോ റക്അത്തും ജമാഅത്തായിട്ടേ നിസ്കരിക്കുക. ഇരിയത്തയ്യലെ ജാവുൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണോ. വിത്തർ നിസ്കാരം നിസ്കരിക്കണോ, തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കണോ. ഞാൻ പ്രത്യേകിച്ചും എടുത്തു ചൊല്ലൊരു വിഷയം എന്തെങ്കിൽ ചില ആൾമാർ ജാവും പാതിരാ ജാവ് തോല 3 ഗಂಟೆ 3:30 തോല ഹയാത്താക്കിയിട്ട് അതിൽ പിന്നെ കിടന്നുറങ്ങിയിട്ട് സുബൈ ഖലാ ആക്കിടങ്ങ ഉള്ളാറ്. അങ്ങനെ സുബൈ ഖലാ ആക്കിയിട്ടുള്ള ജാവുടെ ഹയാത്തിൽ യാതൊരു ഫായിദയില്ലാണ്ടായിട്ടിക്കട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ജമാഅത്തായിട്ടുള്ള നിസ്കാരെല്ലാം കൃത്യം
കൃത്യമായിട്ട് ജമാഅത്തായിട്ടേ നിസ്കരിക്കണോ. ഞങ്ങളെ പെണ്ണുങ്ങളെ സംബന്ധിച്ചോടത്തോളം ഔത്തുല നിങ്ങൾ ജമാഅത്തായിട്ട് അണ്ടത്തെ ജാവ് നിസ്കരിക്കാവുന്നുണ്ട് കണ്ടെങ്കിൽ വലിയ വലിയ സൗഭാഗ്യമായിട്ടിക്കട്, വലിയ പ്രതിഫലമായിട്ടിക്കട്. മാമി മർമോൽ ഒട്ടിಗೆ ജമാഅത്താക്കി നിസ്കരിക്കുക. മർമോൽ ചൊല്ല മാമിയൊരൊട്ടിಗೆ ഉമ്മ ഇതാ ഞങ്ങൾ ഒട്ടിಗೆ ജമാഅത്താക്കുക, നിങ്ങൾ വേണമെങ്കിൽ ഇമാം നിൽക്കറോ, അതല്ലെങ്കിൽ നാ ഇമാം നിൽക്കറ ഞങ്ങൾ ഒട്ടിಗೆ നിസ്കരിക്കുക. അത് കേൾക്കുമ്പോഴത്ത് എന്തൊരു സന്തോഷമായിട്ടിക്കട്. മാമി മർമോലെ മധ്യത്തിൽ വലിയ പിറുസപ്പാടായിട്ടിക്കട് ഉണ്ടാവരുത്. അല്ലെങ്കിൽ ഉമ്മ മക്ക ഒട്ടികായിട്ട്, അല്ലെങ്കിൽ എലോലും മൂത്തോലും ഒട്ടികായിട്ട് ഔത്തിൽ എന്താക്കുക ജമാഅത്തായി നിസ്കരിക്കുക. അവിടെ കണ്ടെങ്കിൽ വലിയ പ്രതിഫലമായിട്ടിക്കട്, വലിയ സൗഭാഗ്യമായിട്ടിക്കട്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കണ അതിനൊരു വിഷയം നിങ്ങൾ പ്രത്യേകമായിട്ടും തസ്ബീഹ് നിസ്കാരമായിട്ടിക്കട് വലിയ പ്രതിഫലമുള്ള എല്ലാ ദോഷവും പൊറുക്കോ കാണുമ്പോൾ അവിടെ എനിക്കെത്ത തസ്ബീഹ് നിസ്കാര ഈ ലൈലത്തുൽ ഖദ്ർ ജാവൽ നിങ്ങൾ മിസ്സാക്കോ തീറ. തസ്ബീഹ് നിസ്കാരം എങ്ങനെ നിസ്കരിക്കും ചെന്നിട്ടു നിങ്ങളെല്ലാം ഈസി ആയിട്ട് അർത്ഥാവിടെ പോലെ അതിലെ ക്ലാസ് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ചാനലിലുണ്ട്. നിങ്ങൾ ഗുന്തില്ലാത്തങ്ങ കേൾക്കാത്തങ്ങ അത് കേട്ടിട്ട് നിസ്കരിക്കുമ്പോൾ ആ ഒരു തസ്ബീഹ് നിസ്കാരത്തെ എല്ലാ സവാബും പ്രതിഫലവും യജമാനനായ റബ്ബ് ഞങ്ങൾ തണ്ടാട്ടായിട്ടിക്കട്. അപ്പോൾ ജന്നാമത്തെ വിഷയം എന്താണെങ്കിൽ നിസ്കാരത്തെ വിഷയം കൃത്യമായിട്ടും ഞങ്ങൾ ശ്രദ്ധിക്കണോട്ടായിട്ടിക്കട്. അതേപോലെ മൂന്നാമത്തെ വിഷയം നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകിച്ചും എല്ലാ നാൾ ഓതണായ സൂറത്തുങ്ങ ഉണ്ട്. യാസീൻ സൂറത്ത്, സൂറത്തുർ റഹ്മാൻ, അതേപോലെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, സൂറത്തു സജദ, അതേപോലെ സൂറത്തു ദുഖാൻ. ഇതെല്ലാം അണ്ടത്തെ നാളിൽ മിസ്സായി പോകു തീറ. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് ശ്രേഷ്ഠമായ സൂറത്തായിട്ടിക്കടെ ഒരു 100 വട്ടെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതി തീരുക. ചെറിയ ടൈം മയ്യാവിടും 100 ഇഖ്ലാസ് സൂറത്ത് ഓതുകോ. അങ്ങനെ ഓതിയേണ്ട കണ്ടെങ്കിൽ വലിയ സൗഭാഗ്യമായിട്ടിക്കടെ. അതേപോലെ കുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ അൽഹാകുമുത് തകാതുർ. അതേപോലെ സൂറത്തുൽ അസ്ർ. ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ സൂറത്തുകളിൽ ഓതാ. അതേപോലെ ആയത്തുൽ കുർസി ഓതാ, ആമനർ റസൂൽ ഓതാ. ഇതെല്ലാം അണ്ടത്തെ ജാവല് നിങ്ങൾ കൃത്യമായിട്ട് ഓതാ. ഇങ്ങനത്തെ ഒരു ഷെഡ്യൂൾ നിങ്ങൾ റെഡിയാക്കണേന്ന് കണ്ടെങ്കിൽ വലിയ സൗഭാഗ്യമായിട്ടിക്കട്. അതേപോലെ ദിക്റിങ്ങ ഹദ്ദാദ റാത്തീബ്, പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദ്ർ ജാവ് നിങ്ങൾ മിസ്സാക്കുകേ തീറ കാണും. അതിലുള്ള ദിക്റിങ്ങെല്ലാം ഹദീസിൽ വന്നതായിട്ടിക്കട്. അതുകൊണ്ട് ഹദ്ദാദ റാത്തീബ് അണ്ടത്തെ ജാവൽ മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ചൊന്നിട്ട് വേണം. അതേപോലെ ചൊമ്മ ശ്രേഷ്ഠമായ ദിക്റുണ്ട് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒരു 100 വട്ടെങ്കിലും നല്ല മനസ്സറിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ല. അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നൽ പലക്ക നാണും കഴിഞ്ഞുപോയ നബിമാറും ചൊന്നകടിക്കത്തെ ശ്രേഷ്ഠമായൊരു വചനമുണ്ട്, പലക്കമുണ്ട്, ദിക്റുണ്ട്. അതായിട്ട് തൗഹീദര കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടെങ്കിലും കുറഞ്ഞിട്ട് ചൊല്ല. അതല്ലെങ്കിൽ 1000 വട്ടെങ്കിലും ായിട്ട് നിങ്ങൾ ചൊല്ല. അതേപോലെ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്ർ 100 വട്ടെങ്കിലും നിങ്ങൾ ചൊല്ലണം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മീൻ്റെ ബാത്തിലിക്കുമ്പോൾ ചൊന്നടിക്കത്തൊരു ദിക്ർ, ശ്രേഷ്ഠമായ ദിക്ർ. എല്ലാ ബേജാറും ഇല്ലാണ്ടായി കിട്ടുക, എല്ലാത്തും പരിഹാരമായിട്ടുള്ള ദിക്റായിട്ടിക്കടേത്. ആ ദിക്ർ ഒരു 100 വട്ടെങ്കിലും ചൊല്ല. അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ സുജൂദിൽ ചൊന്നൊരു ദിക്റുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. 100 വട്ടെങ്കിലും കുറഞ്ഞിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒരു 100 വട്ടെങ്കിലും ഈ ദിക്റും കൂടി നിങ്ങൾ ചൊല്ല. അതേപോലെ ലാ ഇലാഹ ഇല്ലാ അൻത, അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വ യുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതേപോലെ ലൈലത്തുൽ ഖദ്ർ ജാവൽ പ്രത്യേകമായിട്ട് ചൊല്ലണായ ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 100 വട്ടെങ്കിലും ഈ ഒരു ദിക്ർ നിങ്ങൾ പ്രത്യേകമായിട്ട് ചൊല്ലണം. അതേപോലെ റമദാൻ എല്ലാ നാളും ചൊല്ലും. മുത്തനബി തങ്ങൾ പഠിപ്പാട്ടിയെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. 100 വട്ടെങ്കിലും ഈ ദിക്ർ ചൊല്ല. അതേപോലെ അല്ലാഹുമ്മ അഅതിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഈ ദിക്ർ ധാരാളമായിട്ട് ഈ ഒരു പവിത്രമായിട്ടുള്ള ലൈലത്തുൽ ഖദ്ർ ജാവൽ ഞങ്ങൾ എല്ലാവരും സാധ്യമാവിടത്ര ചൊല്ലണോട്ടായിട്ടിക്കല്. അതേപോലെ ഞങ്ങൾ ഒത്തുള്ള കണിക്കത്തെ കുറെ ദിക്റുണ്ട്. പ്രത്യേകിച്ചും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലൊരു 100 സ്വലാത്തെങ്കിലും നിങ്ങൾക്ക് ഏത് ഗൊന്തുണ്ട് ആ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സ്വലാത്ത് നീങ്ങുന്നുണ്ട ആ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു കുറഞ്ഞിട്ട് 100 വട്ടെങ്കിലും മിസ്സാക്കാട്ട് നിങ്ങൾ എല്ലാവരും ഈ പരിശുദ്ധമായ ജാവുൽ നിങ്ങൾ എല്ലാവരും ചൊല്ലണം. അതേപോലെ നിങ്ങൾ ആക്കുണ ഇനൊരു വിഷയം എന്താ ചെന്നെങ്കിൽ ഒരു സ്വതക്ക ലൈലത്തുൽ ഖദ്ർ ജാവുൽ ഒരു മനസ്സിൽ നെയ്യത്ത് ആ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ പിന്നെ കൊടുക്കുക. അൽഹംദുലില്ലാ നിങ്ങൾ കഴിഞ്ഞക്കുറി നിങ്ങളെ സാധ്യത്ത് വേനായിട്ട് നിങ്ങളെ റിലീഫ് ഫണ്ട് വേനായിട്ട് ചമ്മാൽ സഹായിച്ചങ്ങ ഉള്ള ഇനി ആരെങ്കിലും അങ്ങനെ സഹായിക്കണമെങ്കിൽ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ജാവുൽ ആരെങ്കിലും അറിഞ്ഞിട്ട് ആരെയും നിർബന്ധിക്കില്ല. നിങ്ങളെ റിലീഫ് ഫണ്ട് സഹായിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ നമ്പർക്ക് നിങ്ങൾ സെൻഡ് ആക്കുറു, അതിലെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്തോറു. പ്രത്യേകമായിട്ടും എല്ലാവർക്കും ആ ജാവുൽ ദ്വാർക്കിടതായിട്ട് കാണും, ദ്വാർക്കുണായ ഒരു ജാവായിട്ട് കിടത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് എൻ്റെ ജാവുൽ ഒരു നല്ല സ്വതക്ക കരുതി വെക്കുക. അതല്ലെങ്കിൽ ആ ടൈമിലെ നിങ്ങൾ കടുത്ത പഠിച്ചോ തൗഫീക്ക് തരട്ടെ. അതേപോലെ ധാരാളമായിട്ട് നിങ്ങൾ ദുആ ഇറക്കണം. എല്ലാ വിഷയത്തും ധാരാളമായിട്ട് നിങ്ങൾ ദുആ മിസ്സാക്കൂ തീറ ധാരാളമായിട്ട് പഠിച്ചുകൊണ്ടില്ല ദ്വാർക്ക. അതേപോലെ ജാവത്തിൽ കിടന്നുറങ്ങിയിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കല്ലേ, ആ തഹജ്ജുദ് നിസ്കരിച്ചാൽ പിന്നെയും യജമാനനായ റബ്ബുടയിൽ ധാരാളമായിട്ട് നിങ്ങൾ ദ്വാർക്ക. അതേപോലെ തൗബ ചെയ്യുക. നിങ്ങൾ തൗബ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്കടെ തൗബത്ത് എല്ലാ വിഷയവും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഇട്ട. അതേപോലെ നിങ്ങൾ ബാരി ഭാഷയിൽ സമയത്ത് സാധാരണ മലയാളത്തിലായിട്ട് ഇക്കടെ ഈ ഭാഗത്തിലുള്ള അറബിയും മലയാളവുമായിട്ട് ഇക്കടെ ചൊല്ലത് അൽഹംദുലില്ലാ. അതേ അറബിയിലും അതിലെ ബാരി ഭാഷയിലും നിങ്ങളുടെ ഭാഷയിലും എങ്ങനെ തൗബ ചൊല്ലുന്നത് ക്ലിയർ ആയിട്ടുള്ള വിഷയ. അൽഹംദുലില്ലാ കഴിഞ്ഞ നിങ്ങളെ ക്ലാസ്സിൽ ഇട്ടാതെ കേൾക്കുക, അതിലൊട്ടിಗೆ നീയും തൗബ ചൊല്ല. മനസ്സറിഞ്ഞിട്ട് തൗബ ചൊല്ലുമ്പോൾ പഠിച്ചു നിങ്ങൾ എല്ലാ ദോഷവും പുറത്തിട്ട് നിങ്ങളെ തൗബ സ്വീകരിക്കരുത് ഗ്യാരണ്ടി ആയിട്ടിക്കട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മഗ്‌രിബ് ഒരു 10 മിനിറ്റ് മുന്നോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം ഈ ദിക്ർ ഇങ്ങനെ ചൊന്നിട്ടു മഗ്‌രിബിനായിട്ട് റെഡിയാവുക. ഇഫ്താർ മഗ്‌രിബ്, അതിൽ പിന്നെ ഖുർആനോത്ത്, അതേപോലെ ഇശാ നിസ്കാര, അതേപോലെ തറാവി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഷെഡ്യൂൾ ആക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പള്ളിയിലെല്ലാം പ്രത്യേകമായിട്ടുള്ള മജ്ലിസ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ പോയിട്ട് മജ്ലിസുകൾ ചേരാം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഔത്തുലെ വെച്ചിട്ട് ധാരാളമായിട്ട് നിങ്ങളും ഇബാദത്ത് എടുക്കൊണ്ടായിട്ട് ഇവിടെ പഠിച്ചോണോ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഇബാദത്ത് എടുക്കുമല്ലേ, വലിയ സൗഭാഗ്യം പഠിച്ചോൻ തരട്ടെ. ലൈലത്തുൽ ഖദ്ർ കിട്ടിയിട്ട് വിജയിക്കട ആൾമാരെ കൂട്ടത്തിൽ പഠിച്ചോണ്ട് ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈമാൻ പഠിച്ചോൻ സലാമത്തിലാക്കി തരുമാറാകട്ടെ. ഇനിയും ചമ്മ റമളാൻ കൂടകുള്ള തൗഫീക്ക് പഠിച്ചോ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നക്കും ഞങ്ങളുടെ കുടുംബത്തും ആ ഒരു പരിശുദ്ധമായ ജാവുൽ ദുആറക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് വസിയത്താക്കിക്കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.